ഹലോ ഗൈസ്, അപ്പോൾ ഓണൊക്കെ ആയിട്ട് എന്താ പരിപാടി? നമ്മുടെ കണ്ണൂരിൽ എപ്പോഴും വരുന്ന പോലെ എന്താ പറയുക, ഫെയർ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ എന്താണ് ഇപ്രാവശ്യത്തെ ഫെയർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയായിരുന്നു. 150 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിലും ആകെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അതിൽ കയറി നമുക്ക് നനയൊക്കെ ചെയ്യാം. ഇത് മുന്നിൽ ഇങ്ങനെ ഒരു വിസ്മയ പാർക്കിലുള്ള പോലത്തെ സംഭവമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് എപ്പോഴും വരുന്ന സാധനം തന്നെ. ബേഡ്സിൻ്റെയും കുറേ സ്റ്റാളുകളും, പിന്നെ ഈ റോബോട്ടിൻ്റെ ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളെപ്പോഴും കാണുന്ന ആ സ്ഥിരം സാധനങ്ങളല്ലാണ്ട് ഒന്നും ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ സ്റ്റാളുകൾ ഇങ്ങനെ ജുംകാസും മറ്റേതെല്ലാം നമ്മൾ ആസ് യൂഷ്വൽ മേളകളിൽ കാണുന്ന സാധനമല്ലേ. കുറേ പഴയകാല മിഠായിസ്, ഫർണിച്ചർ, അങ്ങനെ എല്ലാം തുല്ലും സാധനങ്ങളേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഹൊററിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറിയിട്ട് വലിയ പേടിക്കാനൊന്നുമില്ല, സാധാ സെറ്റപ്പ്. ഇങ്ങനെ വെറുതെ ഓരോ സംഭവം ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെയുള്ള സംഭവം അതേ ഉള്ളൂ. പിന്നെ കുറേ റൈഡുകൾ, എല്ലാത്തിനും പൈസ കൊടുക്കണം. അതായത് ആകെ 150 രൂപ കൊടുത്തിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സാധനമേ, പിന്നെ ആ നായിൻ്റെ റോബോട്ടിൻ്റെ നായില്ലേ, അതേ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ സാധനവും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്, പൈസ കൊടുത്തിട്ട് കയറേണ്ടതാണ്. അങ്ങനെയാണ് കണ്ണൂരിലെ സംഭവം ഉള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം.